ഹായ് ഫ്രണ്ട്സ്, പത്രമാറ്റിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ എല്ലാവരും കൂടെ നിർബന്ധിച്ച് അനിയെ MD കസേരയിൽ ഇരുത്താൻ ശ്രമിക്കുന്നുണ്ട്. എന്നാൽ അത് ഏട്ടൻ അർഹതപ്പെട്ട സീറ്റാണെന്നും അതിലിരിക്കാനുള്ള യാതൊരുവിധ ക്വാളിഫിക്കേഷനും തനിക്കില്ല എന്നൊക്കെ പറഞ്ഞ് അനി അതിൽ നിന്ന് ഒഴിഞ്ഞു മാറാൻ ശ്രമിക്കുന്നുണ്ട്. എന്നാൽ ആരും തന്നെ അത് കൂട്ടാക്കുന്നില്ല. മുത്തശ്ശൻ്റെ വാക്കാണെന്നും അത് ഒരിക്കലും തട്ടിമാറ്റരുതെന്നും പറഞ്ഞ് അനിയെ നിർബന്ധിച്ച് MD കസേരയിലേക്ക് ഇരുത്തുന്നുണ്ട്. ഇതെല്ലാം കാണുന്ന ജലജയ്ക്കാണെങ്കിൽ ഒട്ടും തന്നെ സഹിക്കുന്നുണ്ടായിരുന്നില്ല. ജലജ ദേഷ്യത്തോടെ നവ്യയുടെയും അബിയുടെ അരികെ ചെന്ന് പറയുന്നുണ്ട്, നിങ്ങളിത് കാണുന്നില്ലേ? ഒട്ടും താല്പര്യമില്ലാണ്ട് പോലും എല്ലാവരും കൂടെ അങ്ങ് നിർബന്ധിക്കുക ആ അനിയെ MD കസേരയിലേക്ക് ഇരുത്താൻ. അവനെ MD ആക്കാൻ ശ്രമിക്കുന്ന ഈ വീട്ടിലുള്ള ഒറ്റ ഒരെണ്ണത്തിന് നിന്നെ ഒരു സ്റ്റാഫ് പോലും ആക്കാൻ തോന്നുന്നില്ലല്ലോടാ അബി. ജലജ നവ്യയോട് ചോദിക്കുന്നുണ്ട്, എൻ്റെ നവ്യ, നീ ഇതൊക്കെ കാണുന്നില്ലേ? നിന്റെ അനിതയുടെ ഭർത്താവായ ആദർശ് ആ കസേരയിൽ നിന്ന് ഇറങ്ങിയപ്പോൾ സ്വാഭാവികമായും അത് കിട്ടേണ്ടത് അബിക്കല്ലേ. എന്നാൽ ആരും അതിനെപ്പറ്റി ഒന്നും സംസാരിക്കുന്ന കൂടിയില്ല. എല്ലാവരും കൂടി അവനെ അങ്ങ് തള്ളി പറയുവാണ്. ഇപ്പോൾ അനിയെ ആ സ്ഥാനത്തേക്ക് കൊണ്ടുവരുന്നത് നീ കാണുന്നില്ലേ? അപ്പോൾ നവ്യ പറയുന്നുണ്ട്, ഞാൻ കാണുന്നുണ്ട് അമ്മേ, ഇതെല്ലാം ഞാൻ കാണുന്നുണ്ട്. എന്തായാലും ഇതിന് തക്കതായ ഒരു മറുപടി തന്നെ ഞാൻ കൊടുക്കുന്നുണ്ട്. എന്തുകൊണ്ടാണ് ഇങ്ങനെ ചെയ്തതെന്നൊക്കെ ഞാൻ നേരിട്ട് തന്നെ ഇവരോട് ചോദിക്കുന്നുണ്ട്. ചോദിക്കണം മോളെ, നീ ഇത് ചോദിക്കണം. അല്ലാതെ കുഞ്ഞു കളിച്ച് നടക്കുന്ന ആ അനിയെയാണോ ഇത്രയും വലിയ കമ്പനിയുടെ സ്റ്റാഫാക്കുന്നത്? ഇപ്പോഴും അവൻ്റെ ആ നന്ദുവിൻ്റെ പിന്നാലെയുള്ള നടത്തം നിർത്തിയിട്ടില്ല. ഒരു ഉത്തരവാദിത്വമില്ലാതെ ഇങ്ങനെ നടക്കുന്ന അവനെ പിടിച്ച് MD ആക്കാനുള്ള അവസ്ഥ എന്താ? അതുമാത്രമല്ല, നിനക്ക് കുഞ്ഞിനും ഈ തറവാട്ടിലൊരു അവകാശമില്ലേ? നിന്റെ ഭർത്താവിനില്ലേ? ശരിക്കും ആദർശ് MD സ്ഥാനം ഒഴിഞ്ഞാൽ അടുത്ത സ്ഥാനത്തേക്ക് വരേണ്ടത് അബിയല്ലേ? ഉറപ്പായിട്ടും അമ്മേ, ഞാൻ എന്തായാലും ഇത് ചോദ്യം ചെയ്യുക തന്നെ ചെയ്യും. എന്തായാലും ഇതുവരെ അനി അതിന് സമ്മതിച്ചിട്ടില്ലല്ലോ. ഇപ്പം സമ്മതിച്ചിട്ടില്ല, എന്നാൽ അവൾ സമ്മതിക്കും. കാരണം അതിനു വേണ്ടിയിട്ട് അനിയെ നിർബന്ധിക്കുന്നുണ്ട് എല്ലാവരും. അവൻ്റെ അമ്മ പോലും അവന് സപ്പോർട്ട് ചെയ്താണ് സംസാരിക്കുന്നത്. എല്ലാവരുടെയും നിർബന്ധത്തിന് വഴങ്ങി അവൻ മിക്കവാറും ഈ സ്ഥാനത്തിരിക്കാൻ സാധ്യതയുണ്ട്. മോള് അതിനു മുമ്പ് വേണം എന്തെങ്കിലും ചെയ്യാൻ. എന്തായാലും ഞാനും ഈ വീട്ടിലേക്ക് വലിഞ്ഞു കയറി വന്നോളൊന്നും അല്ലല്ലോ. ഈ വിവാഹം കഴിച്ച് കൊണ്ടുവന്നത് തന്നെയാണ്. എനിക്കുമുണ്ട് ഈ വീട്ടിലെ ചില അവകാശങ്ങൾ. അത് ഞാൻ ചോദിക്കാതെ തന്നെ ചെയ്യും. ഇത് കേൾക്കുമ്പോൾ ജലജയ്ക്ക് ചെറിയൊരു സന്തോഷമൊക്കെ ആവുന്നുണ്ട്. കാരണം അടുത്തൊരു കുടുംബ വഴക്കിന് തിരിതെളിച്ചിരിക്കുകയാണല്ലോ എന്നുള്ളൊരു സന്തോഷമുണ്ട് ജലജയ്ക്ക്. അങ്ങനെ ജയനും കൂടെ അനിയയുമായിട്ട് ഓഫീസിലേക്ക് എത്തുന്നുണ്ട്. എന്നാൽ അപ്പോഴും ആ MD കസേരയിൽ ഇരിക്കാൻ തയ്യാറാവാതെ മാറി നിൽക്കുകയാണ് അനി. എന്താ അനി ഇങ്ങനെ? ഇത്രയും നേരം ഞങ്ങളെല്ലാം പറഞ്ഞത് നീ ഇനിയും മറന്നോ? മുത്തശ്ശൻ്റെ തീരുമാനം അതെന്താണെന്ന് നീ തീർത്തു പറഞ്ഞതല്ലേ. നീ ഇങ്ങനെ മടിച്ചു നിൽക്കേണ്ട ആവശ്യം എന്താണ്? നിനക്ക് ആ കസേരയിലേക്ക് ഇരുന്നൂടെ എന്നിങ്ങനെ ജയൻ ചോദിക്കുകയാണ്. അനി അപ്പോൾ പറയുന്നുണ്ട്, ഇല്ല വല്യച്ച, എന്നെക്കൊണ്ട് അതൊന്നും സാധിക്കുന്നില്ല. കസേരയിലിരിക്കാൻ എന്നെക്കൊണ്ടാവുന്നില്ല. അത് ആദർശേട്ടന് മാത്രം അവകാശപ്പെട്ട സ്ഥാനമാണ്. ആദർശേട്ടൻ്റെ കയ്യിൽ നിന്ന് ചെറിയൊരു പിഴവ് വന്നതിൻ്റെ പേരിൽ ആ സ്ഥാനത്തിൽ നിന്ന് ഇറക്കി വിടുക, അതിന് പകരം എന്നെ കണ്ടെത്തുക, ഇതൊന്നും ശരിയായ നടപടിയല്ല. എനിക്കൊന്നും സഹിക്കാൻ പറ്റുന്നില്ല എന്ന് പറഞ്ഞ് അനി ഇടഞ്ഞു നിൽക്കുകയാണ്. അപ്പോൾ ജയൻ പറയുന്നുണ്ട്, മോൻ അങ്ങനെയൊന്നും ചിന്തിക്കുകയും ചെയ്യരുത്. കാരണം ആദർശ മോന് ഈ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോയത് ആരെയും തോൽപ്പിക്കാനോ സ്വയമേ തോൽക്കാനോ വേണ്ടിയിട്ടല്ല. അവൻ്റെ ഭാഗത്തു നിന്നുള്ള തെറ്റ് എന്താണെന്ന് കണ്ടെത്താനും ഈ ജ്വല്ലറി തകർക്കാനായിട്ട് ഒരുമിട്ടിരിക്കുന്ന ശത്രു ആരാണെന്ന് കണ്ടുപിടിക്കാനും ഒക്കെയാണ്. അവൻ വിജയിച്ച് തന്നെ വരും. തല ഉയർത്തിപ്പിടിച്ച് തിരിച്ച് നമ്മുടെ തറവാട്ടിലേക്കും അതേപോലെ മൂർത്തി ജ്വല്ലറിയിലേക്കും തന്നെ വരും. ആ സമയത്ത് ഈ MD സ്ഥാനം നീ അവന് കൈമാറിയാൽ മതി. ഇപ്പോൾ ആദർശിൻ്റെ അഭാവത്തിൽ അന്ന് ദുബായിക്ക് പോയ സമയത്ത് നീ എല്ലാവരും കമ്പനി മുഴുവൻ നോക്കിയിരുന്നത് ആ MD സ്ഥാനത്ത് തിരുന്നുകൊണ്ട്. അതേപോലെ തൽക്കാലത്തേക്കിന് വേണ്ടി മാത്രം നീ MD സ്ഥാനം തരുന്നാൽ മതി. ആദർശ് വന്നതിന് ശേഷം മുത്തശ്ശൻ നിന്നെ മാറ്റി വീണ്ടും ആദർശിനെ MD ആക്കിക്കോളും. അതുവരെ മറ്റൊരാളെ ഏൽപ്പിക്കാനുള്ളൊരവസരം നീ കൊടുക്കരുത്. അപ്പോൾ അനി പറയുകയാണ്, അങ്ങനെയാണെങ്കിൽ ആദർശേട്ടൻ വന്നതിന് ശേഷം മാത്രം MD കസേരയിൽ ആരെങ്കിലും ഇരുന്നാൽ പോരെ? അധികം നാളൊന്നും എന്തായാലും ആദർശേട്ടനെ മാറി നിൽക്കാൻ സാധിക്കില്ലെന്നല്ലോ. അതുവരെയും ആരും ആ കസേരയിൽ ഇരിക്കേണ്ട. നമ്മളെയെല്ലാം ഏൽപ്പിച്ച ജോലികൾ നമ്മൾ ഭംഗിയായി ചെയ്താൽ മാത്രം പോരെ? അപ്പോൾ അജയൻ പറയും, അത് പാടില്ല മോനെ. ഒരു MD നേതൃത്വം വഹിക്കാതെ ജ്വല്ലറി അന്യാധീനപ്പെട്ടു പോകാൻ പാടില്ല. നീ ഇതിന് സമ്മതിച്ചില്ല എങ്കിൽ അച്ഛൻ പുറത്തു നിന്നുള്ള ആരെങ്കിലും ആ കസേരയിലേക്ക് തിരഞ്ഞെടുക്കും. അത് ഒട്ടും തന്നെ ശരിയാവില്ല. അതുകൊണ്ട് ഇപ്പോൾ അച്ഛൻ്റെ മനസ്സിൽ എന്താണെന്ന് കൂടി നമുക്കറിയാൻ സാധിക്കുന്നില്ല. നീ തൽക്കാലം ഈ കസേരയിൽ ഇരുന്നേ പറ്റുള്ളൂ. ഞങ്ങളെല്ലാവരും നിനക്ക് കൂടെയുണ്ട്. ആദർശൻ്റെ പാത പിന്തുടർന്ന് നീ ഒരിക്കലും ഈ സ്ഥാനത്ത് തോറ്റുപോയില്ല.
ഉറപ്പായും നീ തന്നെ വിജയിക്കും. അതുകൊണ്ട് കസേരയിലേക്ക് ഇരുന്നേ പറ്റുള്ളൂ. ആദർശേട്ടൻ നിന്നെ ഏൽപ്പിക്കുന്നതാണെന്ന് കരുതിയാൽ മാത്രം മതി എന്നും പറഞ്ഞ് അജയനും ജയനും കൂടിയെല്ലാം നിർബന്ധിച്ച് അനിയെ ആ കസേരയിലേക്ക് ഇരുത്താണ്. അങ്ങനെ എല്ലാവരുടെയും നിർബന്ധത്തിന് വഴങ്ങി മനസ്സോടെ അനി ആ കസേരയിലേക്ക് ഇരിക്കുകയാണ്. അതുപോലെ അജയൻ പറഞ്ഞ് ഏൽപ്പിക്കുന്നുണ്ട്, മുമ്പത്തെ പോലെ ഉയർച്ചയുടെ വക്കിൽ നിൽക്കുമ്പോഴല്ല ഈ കമ്പനി നിന്നെ ഏൽപ്പിക്കുന്നത്. താഴ്ചയിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്ന ഒരു കപ്പലാണ്. അതിനെ കരകയറ്റാനുള്ളൊരു കയർ മാത്രമാണ് നിൻ്റെയിലേക്ക് തരുന്നത്. അത് പരമാവധി ശക്തമായി വലിച്ച് കരക്കെത്തിക്കുക എന്നുള്ളത് നിൻ്റെ ഉത്തരവാദിത്വം കൂടിയാണ്. അതിനുവേണ്ടി നിൻ്റെ എല്ലാ കഴിവും പുറത്തിറക്കണം. എന്നാൽ മാത്രമേ മുത്തശ്ശൻ്റെ മുമ്പിൽ ആദർശന് തലയുയർത്തിപ്പിടിച്ച് തിരിച്ചു വരാൻ സാധിക്കുകയുള്ളൂ. അപ്പോൾ അനി എല്ലാം അംഗീകരിച്ച് ആ കസേരയിലേക്ക് ഇരിക്കുന്നുണ്ട്. ആദർശന് വേണ്ടി മൂർത്തി ജ്വല്ലറി താഴെ പോകാതിരിക്കാൻ വേണ്ടിയും നന്നായി പരിശ്രമിക്കാം എന്നുള്ള വാക്കും പുറത്ത് അനി MD സ്ഥാനം ഏറ്റെടുക്കുവാണ്. ഇതിൻ്റെ കൂടെ അനി പറയുന്നുണ്ട്, എന്തായാലും ഞാൻ നിങ്ങൾ പറയുന്നത് പോലെ MD കസേരയിലേക്ക് ഇരിക്കാം. നമ്മുടെ മൂർത്തി ജ്വല്ലറിക്ക് വേണ്ടി എന്നാൽ കഴിയുന്ന വിധം ഞാൻ പരിശ്രമിക്കുകയും ചെയ്യാം. എന്നാൽ ആദർശേട്ടൻ തിരികെ വന്നാൽ ഉടനെ ഞാൻ ഈ സ്ഥാനം ഒഴിയുക തന്നെ ചെയ്യും. അതിന് സമ്മതം മൂളി അജയനും ജയനും അവിടെ നിന്ന് പോകുന്നുണ്ട്. എന്നാൽ ഈ വിവരം അറിയുന്ന ജലജയും നവ്യയൊക്കെ ആകപ്പാടെ വിഷമത്തിലും കലിതുള്ളി ഇരിക്കുകയാണ്. ജലജ വന്ന് നവ്യയോട് ചോദിക്കുന്നുണ്ട്, എന്താ നവ്യ ഇത്? ഞാൻ നിന്നോട് പറഞ്ഞപ്പോൾ നീ എന്തൊക്കെയാണ് പറഞ്ഞത്? എനിക്ക് ആദർശേട്ടനോടുള്ള സ്നേഹം കൊണ്ട് ആ കസേരയിൽ ഇരിക്കില്ലെന്നും അവനത് ഒഴിഞ്ഞു മാറുമെന്നൊക്കെയല്ലേ നീ പറഞ്ഞത്. എന്നിട്ടിപ്പോൾ എന്തായി? അവന് MD ആയത് കണ്ടില്ലേ? ഇപ്പം എങ്ങനെയുണ്ട്? എല്ലാവരും കൂടെ നിർബന്ധിച്ചിട്ടാണേലും അവൻ ആ സ്ഥാനത്ത് കയറി ഇരുന്നില്ലേ? ഇതിലേം കുട്ട കളിച്ച് പെൺപിള്ളാർ പുറകെ നടന്ന് ചെറുക്കനാ ഇപ്പതേ മൂർത്തി ജ്വല്ലറിയുടെ MD സ്ഥാനത്ത്. എടാ അബി, ഇതൊന്ന് കേട്ടിട്ട് നിനക്കൊന്നും തോന്നുന്നില്ലേ? ഇനി എന്നോട് പറ, ഞാൻ എന്ത് പറയാനാണ്? എന്നെ അന്ന് ആ ബ്രാഞ്ചിന് സ്ഥാനമേറ്റ സമയത്ത് എന്നെ ജ്വല്ലറിയിൽ നിന്ന് പുറത്താക്കിയവനാണ് അനി. എന്നിട്ടാ ഇനി എന്നെ ആ സ്ഥാനത്തിരിക്കാൻ പറഞ്ഞ് ഈ വീട്ടിലുള്ള ആരോടെങ്കിലും പറഞ്ഞാൽ ആരെങ്കിലും അത് ചെയ്യുന്നു നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? അപ്പം നവ്യ പറയുന്നുണ്ട്, അതിനെല്ലാം കാരണക്കാരൻ നീ തന്നെയല്ലേ അബി. നിന്റെ കള്ളത്തരവും കുരുട്ടുബുദ്ധിയും കാരണമല്ലേ നിന്നെ സ്ഥാനത്ത് ഇരുത്താത്തതും കമ്പനിയിൽ നിന്ന് ഇറക്കിയതും. നവ്യ നീയും കൂടി ഇങ്ങനെ പറയുവാണോ? ഞാൻ പറഞ്ഞതേ ഉള്ളൂ എന്നിങ്ങനെ നവ്യ പറയാണ്. നവ്യ പറയുന്നുണ്ട്, എന്തായാലും ഇതങ്ങനെ വിട്ടുകളഞ്ഞാൽ പറ്റില്ല. നമുക്കിതിനെ ചോദിച്ചേ പറ്റുള്ളൂ. വാ, നമുക്ക് ജ്വല്ലറി വരെ ഒന്ന് പോയിട്ട് വരാം. ആനി MD സ്ഥാനത്തിരിക്കുന്ന ഒന്ന് കണ്ടിട്ട് വരാം എന്നും പറഞ്ഞ് അബിയും കുഞ്ഞിനെ എടുത്തുകൊണ്ട് നവ്യ മൂർത്തി ജ്വല്ലറിയിലേക്ക് പോകുന്നുണ്ട്. അവിടെ ചെന്ന് അനിയുടെ ക്യാബിനിലേക്ക് മുട്ടി അകത്തേക്ക് കയറുന്നുണ്ട്. ഇത് കാണുമ്പോൾ എനിക്ക് നല്ല ദേഷ്യം വരുന്നുണ്ട്. കാരണം അബിയുടെ കാരണമാണ് ആദർശേട്ടൻ വീട്ടിൽ നിന്ന് പോയതെന്നുള്ള എനിക്കറിയാം. അതൊക്കെ കൊണ്ടും എന്ന് പറഞ്ഞാൽ ആദർശേട്ടനെ കുറ്റം പറയാൻ കിട്ടുന്ന ഒരവസരവും നവ്യ കളയില്ല എന്നുള്ളത് കൊണ്ടും തന്നെ വിമർശിക്കാനും ആദർശേട്ടനെ കുറ്റപ്പെടുത്താനുമാണ് വരുന്നതെന്ന് മനസ്സിലാക്കിയ എനിക്ക് അവരുടെ വരവ് ഒട്ടും തന്നെ പിടിക്കുന്നുണ്ടായിരുന്നില്ല. അനി ദേഷ്യത്തോടു കൂടി തന്നെ ചോദിക്കുന്നുണ്ട്, അല്ല എന്താ അബി ഇങ്ങോട്ടൊക്കെ? നിന്നോട് ഈ ജ്വല്ലറിയിലേക്ക് വന്നുപോലും പോകരുതെന്നല്ലേ പറഞ്ഞിരിക്കുന്നത്? പിന്നെ എന്തിനാണ് ഇന്നത്തോട്ട് വന്നേക്കുന്നത്? അപ്പം നവ്യ പറയുന്നുണ്ട്, അപ്പം അങ്ങനെയാണല്ലേ, ഞങ്ങൾക്ക് മൂർത്തി ജ്വല്ലറിക്കുള്ളിലേക്ക് പ്രവേശിക്കാനുള്ള അധികാരം പോലും ഇല്ല അല്ലേ? എല്ലാം നീയൊക്കെ കൂടെ കൈയടക്കി വെച്ചിരിക്കുവാണല്ലോ. അല്ലെങ്കിലും നിങ്ങളെല്ലാവരും കൂടി അബിയെ ഒറ്റപ്പെടുത്തി വെച്ചിരിക്കുകയാണല്ലോ എന്നിങ്ങനെ പറയുകയാണ്. അപ്പം അനി ചോദിക്കുന്നുണ്ട്, അല്ല ഏട്ടത്തി, വീട്ടിൽ നിന്ന് പറയുന്ന കുറ്റപ്പെടുത്തലുകളും കുത്തുവാക്കുകളും ഒന്നും പോരാഞ്ഞിട്ടാണോ ഇനി ഓഫീസിലേക്കൂടെ വന്നിട്ട്? അല്ലെങ്കിലും എനിക്കറിയാടാ, ഞാനും എൻ്റെ കുഞ്ഞുമൊക്കെ നിനക്ക് ശല്യങ്ങൾ തന്നെയാണ്. ഞങ്ങൾക്ക് ഇങ്ങോട്ടൊന്നും പ്രവേശിക്കാനുള്ള ഒരവകാശവും ഇല്ല എന്ന്. ഇത്രയും നാളും എന്തായിരുന്നു വലിയ ഏട്ടൻ സ്നേഹം? അത് ഏട്ടൻ്റെ കസേരയാണ്, ഏട്ടൻ ഒഴിഞ്ഞെടുത്ത് ഞാൻ അവകാശം സ്ഥാപിച്ചിരിക്കില്ല എന്നൊക്കെ പറഞ്ഞിട്ട് നാണമില്ലല്ലോ കയറി ഇങ്ങനെ ഞെളിഞ്ഞിരിക്കാൻ. ശരിക്കും ഈ കസേരയിൽ ഇരിക്കേണ്ടത് അബിയല്ലേ? അതിന് സ്ഥാനത്തിന് അർഹനോ അബി തന്നെയല്ലേ? നീ വരുന്നതിന് മുമ്പ് അബിയല്ലായിരുന്നു ഇതെല്ലാം നോക്കി നടത്തിക്കൊണ്ടിരുന്നത്. എന്നിട്ട് ചെറിയൊരു തെറ്റിൻ്റെ പേരിൽ അബിയെ എടുത്ത് വെളി കളഞ്ഞിട്ട് ആ സ്ഥാനത്ത് കയറി ഇരിക്കുന്നു. അല്ലെങ്കിലും ചക്കരക്കുടത്തിൽ കൈയിട്ട നക്കാത്തവരായിട്ട് ആരാ ഉള്ളത്? നീയും അത് തന്നെ. MD സ്ഥാനം എന്ന് കേട്ടപ്പോൾ ചേട്ടൻ സ്നേഹം പോലും നിനക്കില്ലാതായി. ദേ, മിണ്ടി പോകരുത്. നിങ്ങളിതിൻ്റെ ചേട്ടത്തിയാണെന്നൊന്നും ഞാൻ നോക്കത്തില്ല. മര്യാദയ്ക്ക് ഇവിടെ നിന്ന് ഇറങ്ങിപ്പോക്കോ. ഓരോ അനാവശ്യ വാക്കുകളുമായിട്ട് ഇങ്ങോട്ട് വന്നേക്കരുത്. ഡാ അബി, നിന്നോട് ഞാൻ പറഞ്ഞിട്ടുള്ളതല്ലേ ഇതിനകത്തേക്ക് കയറരുതെന്ന്? നാണമില്ലേ നിനക്ക് ഇങ്ങനെ ഓരോന്നും പറഞ്ഞ് ഇടത്തേയും കൂട്ടി ഇങ്ങോട്ടേക്ക് വരാൻ?
അതെ, നീയൊക്കെ കൂടെ ഇവൻ ഇതിനകത്ത് കയറാൻ പോലും സമ്മതിക്കില്ല. ഇവൻ സ്റ്റാഫായിരുന്ന സമയത്ത് അല്ലറ ചില്ലറ കള്ളത്തരങ്ങൾ കാണിച്ചു എന്നും പറഞ്ഞുകൊണ്ട് കള്ളത്തരം പറഞ്ഞില്ലേ നീയൊക്കെ കൂടെ ഇവനെ പുറത്താക്കിയത്, ചില്ലറയ്ക്ക് ഉള്ളിൽ കയറാൻ പോലും പറ്റാത്ത അവസ്ഥയിലാക്കിയത്. അങ്ങനെ എൻ്റെ ഭർത്താവിനെ കമ്പനിയിൽ നിന്ന് പുറത്താക്കാനുള്ള എന്ത് അവകാശമാണ് നിനക്കുള്ളത്? നീ അങ്ങ് വലിയ പുള്ളിയായെന്നാണോ നിന്റെ വിചാരം? ദേ അബി, മര്യാദയ്ക്ക് ഏട്ടത്തി ഇവിടെ നിന്ന് വിളിച്ചോണ്ട് പോകൂ, ഇല്ലെങ്കിൽ എൻ്റെ സ്വഭാവം തന്നെ മാറും. ഇപ്പോൾ നിന്നെ ന്യായീകരിക്കുന്ന ഈ ഏട്ടത്തി ഞാൻ പറയേണ്ടതെല്ലാം പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ നിന്ന് തന്നെ നിന്നെ പുറത്താക്കിയിട്ട് പോവും. അത് നിനക്കറിയാമല്ലോ. മര്യാദയ്ക്ക് ഏട്ടത്തിയും കൂട്ടിക്കൊണ്ട് ഇവിടെ നിന്ന് പോവും. അപ്പോൾ നവ്യ പറയുന്നുണ്ട്, കുറേ ആയല്ലോ നീയൊക്കെ കൂടെ ഈ ബോംബും കൈപ്പിടിച്ചുകൊണ്ട് നടക്കുന്നു. ഞാൻ സത്യം പറഞ്ഞാൽ അങ്ങനെ ചെയ്യും, ഞാൻ സത്യം പറഞ്ഞാൽ എങ്ങനെ ചെയ്യും, എന്താന്ന് വെച്ചാൽ തുറന്ന് പറഞ്ഞുകൂടെ നിനക്കൊക്കെ? ഇത്രയൊക്കെ ആയിട്ടും ആരും എന്താ ഒന്നും പറയാത്തത്? അതോ ഇതിലും വേണ്ടി വലിയ തെറ്റ് ഇവൻ എന്താ ചെയ്തത്? ആദർശേട്ടൻ ചെയ്തതിൻ്റെ അത്രയും വലിയ തെറ്റൊന്നും ഇവൻ എന്തായാലും ചെയ്തിട്ടില്ല, അതെനിക്കറിയാം. അതുകൊണ്ട് നീ ഒന്നും വെറുതെ എന്നെ കൂടുതൽ പേടിപ്പിക്കാനൊന്നും നിൽക്കണ്ട. അപ്പോൾ അനി പറയുകയാണ്, വേണ്ട, ഞാനിപ്പോൾ ഒന്നും പറഞ്ഞാൽ ശരിയാവത്തുമില്ല. അബി, മര്യാദയ്ക്ക് ഏട്ടത്തെയും കൂട്ടിക്കൊണ്ട് ഇവിടെ നിന്ന് പോ, ഇല്ലെങ്കിൽ ഇതൊന്നും ആയിരിക്കല്ല ഇവിടെ നടക്കാൻ പോകുന്നത്. അപ്പോൾ നബി പറയുന്നുണ്ട്, അല്ലെങ്കിൽ ഞങ്ങൾ ഇവിടെ കയറി ഇരിക്കാനൊന്നും വന്നതല്ല. എനിക്ക് ഏട്ടൻ്റെ ബഹുമാനം കാരണം ഏട്ടൻ എന്ന കസേരയിൽ ഞാൻ ഇരിക്കില്ല എന്ന് പറഞ്ഞാൽ നിന്നെ ആ കസേരയിൽ ഇരിക്കുന്നൊന്ന് കാണാൻ വേണ്ടി വന്നേ ഉള്ളൂ. ഈ നവ്യ ചിലതൊക്കെ തീരുമാനിച്ചിട്ടുണ്ട്, അതൊക്കെ ഞാൻ നടപ്പിലാക്കിക്കൊള്ളാം. അതൊക്കെ എനിക്ക് നന്നായിട്ട് അറിയാം, ഏട്ടത്തിക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റുമെന്ന്. അതിപ്പോൾ നിങ്ങൾ ചെയ്ത് കാണിക്കുന്നുണ്ടല്ലോ. ആ ജ്വല്ലറിക്ക് വേണ്ടിയിട്ട് ഒത്താശ പാടുന്നവരല്ലേ നിങ്ങൾ രണ്ടുപേരും. അവർ കാരണം കൊണ്ട് തന്നെ മൂർത്തി ജ്വല്ലറി ഇപ്പോൾ താഴേക്ക് പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. അതുപോലും ചിന്തിക്കാതെ ജ്വല്ലറിക്ക് വേണ്ടി എന്തും ചെയ്തു കൊടുക്കാൻ ഒരു മടിയില്ലാത്തവരല്ലേ നിങ്ങൾ രണ്ടും. അതെ, ഞങ്ങൾക്ക് ജ്വല്ലറിയോട് തന്നെയാണ് കൂറ്. കാരണം മൂർത്തി ജ്വല്ലറിയിൽ നിന്ന് ഒരു സ്റ്റാഫ് പോലും ആക്കാതെ എൻ്റെ ഭർത്താവിനെ ജോലിയിൽ നിന്ന് പിരിച്ചുവിട്ടു. ഞങ്ങൾക്കും ജീവിക്കണം. അതിനുവേണ്ടി ഞാൻ തിരഞ്ഞെടുത്ത പ്രൊഫഷനാണ് മോഡലിംഗ്. അതിന് എനിക്ക് അവസരം തന്നത് ജ്വല്ലറിയാണ്. അതുകൊണ്ട് തന്നെ ജ്വല്ലറിക്ക് വേണ്ടി എന്നെക്കൊണ്ട് ചെയ്തു കൊടുക്കാൻ പറ്റുന്നതൊക്കെ ഞാൻ ചെയ്തു കൊടുക്കുക തന്നെ ചെയ്യും. അതിന് നിനക്കിപ്പോൾ എന്താ ഇത്ര കുഴപ്പം എന്ന് പറഞ്ഞ പോലെ ആ ആദർശില്ലേ, ഈ കമ്പനിയിൽ നിന്നും വീട്ടിൽ നിന്നും വരെ പുറത്തായില്ലേ, അയാൾ ചെയ്തു വെച്ചതിൻ്റെയൊക്കെ അയാൾ അനുഭവിക്കാതിരിക്കുകയില്ല. ഒന്നും അറിയാത്ത ആ കുഞ്ഞിനോടും അതേപോലെ സംസാരിക്കാൻ പോലും ശേഷിയില്ലാതെ മരണത്തിനോട് മല്ലിട്ട് കിടക്കുന്ന അവസ്ഥയിലാക്കിയില്ലേ ആനയ്ക്ക്. ആ പെൺകുട്ടിയുടെയും ശാപം ഒരിക്കലും അയാളിൽ നിന്ന് വിട്ടുമാറില്ല. അതിൻ്റെ എല്ലാ ശിക്ഷ അയാൾ അനുഭവിച്ചേ മതിയാകൂ. ഇതൊക്കെ കേൾക്കുമ്പോഴത്തേക്കിനും അബി ചെറുതായിട്ടൊന്ന് പതറുന്നുണ്ട്. കാരണം ദേഷ്യമൂത്ത് അനിയെങ്ങാനും സത്യം വിളിച്ചു പറഞ്ഞാലോ എന്നുള്ളൊരു പേടി അബിക്കുണ്ട്. പെട്ടെന്ന് അബി മതി നവ്യെ എന്നിങ്ങനെ പറയുമ്പോൾ അനി പറയുന്നുണ്ട്, മതി, നിർത്ത്, ഇവിടെ നിന്ന് ഇറങ്ങിക്കോണം. അബി, ഇവരെ വിളിച്ചോണ്ട് ഇവിടെ നിന്ന് പോകുന്നുണ്ടോ എന്നിങ്ങനെ ദേഷ്യപ്പെട്ട് പറയുകയാണ്. അങ്ങനെ പെട്ടെന്ന് തന്നെ അബി നവ്യയും കൂട്ടി അവിടെ നിന്ന് പുറത്തേക്ക് പോവാണ്. ഈ സമയം ആദർശിനെ കാണാനായിട്ട് കിരണിയും കല്യാണിയും എത്തുന്നുണ്ട്. അതേപോലെ നയനയും ആദർശിൻ്റെ കൂടെ തന്നെയുണ്ട്. അപ്പോൾ കിരൺ ആദർശിനോട് പറയുന്നുണ്ട്, എന്താണെങ്കിലും ഇത്രയും ജ്വല്ലറികൾ ഈ അടുത്തടുത്തായിട്ട് ഇവരിങ്ങനെ ഓപ്പൺ ചെയ്യുന്നുണ്ടെങ്കിൽ അതിൻ്റേതായ ഒരു കള്ളക്കടത്ത് സ്വർണ്ണോ എന്തെങ്കിലും അവരെ കാണും. ഇല്ലാതെ ഇത്രയും സ്വർണ്ണമൊന്നും പണികൂലി ഇല്ലാതെയും അതുപോലെ ഇങ്ങനെ അടുപ്പിച്ചടുപ്പിച്ച് ജ്വല്ലറികൾ തുറക്കാനൊന്നും ഒരു കമ്പനിക്കും സാധിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അപ്പോൾ ആദർശം പറയുന്നുണ്ട്, അത് ശരിയാണ്, ഇൻറ്റീരിയർ വർക്കുകളൊക്കെ പറ്റിയൊക്കെ ഞങ്ങൾ ചെയ്യുന്നുണ്ടെങ്കിലും അതിനെ പറ്റി കൂടുതലൊന്നും അറിയാൻ ഇതുവരെ സാധിച്ചിട്ടുമില്ല. അപ്പോൾ ആദർശ് പറയുകയാണ്, ശരിയാണ്, ഇങ്ങനെ മുന്നോട്ട് പോയാൽ ഒരിക്കലും അവരെ പറ്റി ഒരു വിവരം നമുക്ക് കണ്ടെത്താനാവില്ല. അതുകൊണ്ട് അവർ നമ്മളെ ചതിച്ചതുപോലെ ഒരു ചതിപ്രയോഗം തന്നെ ഇതിലും വേണം. എങ്കിൽ മാത്രമേ നമുക്ക് കമ്പനികൾ കയറിക്കൂടാനും ഇതിനെക്കാട്ടിലും കൂടുതൽ വിവരങ്ങൾ ലഭിക്കുകയുമുള്ളൂ. ഇങ്ങനെ പുറത്തു നിന്ന് കളിച്ചുകൊണ്ടിരുന്ന ഒരിക്കലും നമുക്കിതിൻ്റെ സത്യാവസ്ഥ എന്താണെന്ന് മനസ്സിലാക്കാൻ കഴിയുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അപ്പോൾ കിരൺ പറയുന്നുണ്ട്, നീ പറഞ്ഞതൊക്കെ ശരിയാണ്, പക്ഷേ എങ്ങനെ ഇത് നടപ്പിലാക്കും? എങ്ങനെയാണ് നമുക്ക് കമ്പനിക്കുള്ളിലേക്ക് കയറി പറ്റാൻ സാധിക്കുക? നീ എന്താണ് ഉദ്ദേശിക്കുന്നത്? അപ്പോൾ ആദർശ് പറയുന്നുണ്ട്, അതല്ല, എന്തായാലും അവരിപ്പോൾ തുറക്കാൻ പോകുന്ന 2 ജ്വല്ലറികളിൽ ഒന്ന് ഡയമണ്ട് മാത്രമാണെന്നാണ് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ ഞാൻ വേഷം മാറി ഒരു ഡീലറെ പോലെ അവരെ സമീപിച്ചാലോ എന്നാണ് ആലോചിക്കുന്നത്. അപ്പോൾ നയന് ചോദിക്കും, ആദർശേട്ടാ, അത് വേണോ? ഏതെങ്കിലും സമയത്ത് അവർ ആദർശേട്ടനെ കണ്ടുപിടിച്ചാൽ ഈ കാര്യങ്ങളെല്ലാം തകിടം മറിയില്ലേ? അത് ശരിയാണ്, പക്ഷേ അതിനുള്ളൊരവസരം നമ്മൾ കൊടുക്കരുത്. അവർ കണ്ടെത്തുന്നതിന് മുമ്പ് അവരുടെ എല്ലാ കാര്യങ്ങളും അറിഞ്ഞ് നമ്മൾ തിരിച്ചിറങ്ങുകയും ചെയ്യണം. എന്താണ് കിരണിൻ്റെ അഭിപ്രായം?
ശരിയാണ് ആദർശി, അല്ലാതെ പുറകെ നിന്ന് നമ്മളിങ്ങനെ കളിച്ചുകൊണ്ട് ഒരു കാര്യവുമില്ല. ഉള്ളിൽ കിടന്ന് അവർക്ക് എവിടുന്നാണ് ഇതിന് മാത്രം ഡയമണ്ടും സ്വർണവും ഒക്കെ കിട്ടുന്നതെന്നും പണികൂലി ഇല്ലാതെ ഇതെങ്ങനെ സെയിൽ ചെയ്യാൻ പറ്റുന്നു എന്നുള്ള കാര്യങ്ങളെപ്പറ്റിയൊക്കെ നമ്മൾ മനസ്സിലാക്കിയേ പറ്റുള്ളൂ. ഈ പ്രാവശ്യത്തെ വിഷുവിനോടനുബന്ധിച്ചാണ് അവർ ഈ ഷോറൂം തുറക്കാൻ തീരുമാനിച്ചിരിക്കുന്നത്. വിഷു കച്ചവടം നമ്മുടെ കയ്യിൽ നിന്ന് പോയ മൂർത്തി ജ്വല്ലറി ഇനിയും താഴേക്ക് തന്നെ താഴും. അപ്പോൾ ആദർശ് പറയുന്നുണ്ട്, അതൊക്കെ ശരിയാണ്, പക്ഷെ അവരെത്രത്തോളം ഉയർന്നു പോയാലും കള്ളത്തിലൂടെയും ചതിയിലൂടെയും ഉയർന്നു പോകുന്ന ഒരു കമ്പനിയും ഒരു കാലത്തും നിലനിൽക്കില്ല. അതിന് ഉറപ്പായിട്ടും തകർച്ചയുണ്ടാവും. അപ്പോൾ കിരൺ പറയുന്നുണ്ട്, അത് ശരിയാ, എന്തായാലും അവർ പൊങ്ങുന്ന അത്രയും പൊങ്ങട്ടെ, അപ്പോൾ വീഴുന്നതിൻ്റെ ആഘാതവും കൂടിക്കോളും. അങ്ങനെ ആദർശ് പറയുന്നുണ്ട്, എന്തായാലും നിന്റെ ഇപ്പോഴത്തെ ഈ ഒരു കൈവച്ച ഡേവിഡുമായിട്ട് ഒരു ഡയമണ്ട് ഡീലിനെ പറ്റി സംസാരിച്ച് നോക്ക്. അതുവഴി എനിക്ക് ഉള്ളിൽ കടക്കാനുള്ള എന്തെങ്കിലും ഒരു മാർഗം കിട്ടണം, ഒരു ഡീലറെ പോലെ. ബാക്കിയൊക്കെ ഞാൻ നോക്കിക്കോളാം എന്നിങ്ങനെ ആദർശ് പറയുന്നുണ്ട്. ശരി ആദർശ്, ഞാനും കല്യാണിയുടെ അതിനെപ്പറ്റി സംസാരിച്ചതിന് ശേഷം നിന്നെ വിളിക്കാമെന്നിങ്ങനെ പറയുന്നുണ്ട്. അതിനുശേഷം കിരൺ ഡേവിഡിനെ കാണുന്നുണ്ട്. ഡേവിഡിനെ കണ്ട് സംസാരിക്കുന്നുണ്ട്. ഇതേപോലെ നിങ്ങളുടെ ഡയമണ്ട് ഒരു ഡീലറെ കിട്ടിയിട്ടുണ്ട്. മൂർത്തി ജ്വല്ലറി അന്വേഷിച്ചാണ് ആ പുള്ളി ഇവിടെ എത്തിയത്. എന്നാൽ മൂർത്തി ജ്വല്ലറിയുടെ ഇപ്പോഴത്തെ തകർച്ചയെപ്പറ്റിയൊക്കെ ഞങ്ങൾ അയാൾക്ക് പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്ത് ജ്വല്ലറിയിലേക്ക് അയാളുടെ ശ്രദ്ധ തിരിച്ചിട്ടുണ്ട്. എന്തായാലും നന്നായി അന്വേഷിച്ചതിന് ശേഷം മാത്രമേ അയാൾ ഈ ഡീൽ എടുക്കുകയുള്ളൂ. നിങ്ങളൊന്ന് സംസാരിച്ച് നോക്ക്, തൽക്കാലം ഞാൻ പരിചയപ്പെടുത്താം എന്നും പറഞ്ഞ് ആദർശിനെ വിളിക്കുന്നുണ്ട്. ആദർശ് ഈ സമയത്ത് ആർക്കും ഒട്ടും തിരിച്ചറിയാൻ പറ്റാത്ത വിധം ആൾ മാറിയാണ് ചെല്ലുന്നത്. താടിയൊക്കെ വെച്ച് വലിയ കുർത്തയൊക്കെ ഇട്ട് മറ്റേ സിക്കുകാരനെ പോലെയാണ് ആദർശ് അവിടേക്ക് ചെല്ലുന്നത്. ഒറ്റനോട്ടത്തിൽ കിരണിന് പോലും ആദ്യം ഒരു ആശങ്ക വരുന്നുണ്ട്, ഇത് ആദർശ് തന്നെയാണോ എന്ന്. അതേപോലെയുള്ള രൂപമാറ്റമായിരുന്നു ആദർശിന്. എന്നിട്ട് ആദർശിനെ ഡേവിഡിനെ പരിചയപ്പെടുത്തി കൊടുക്കുന്നുണ്ട്. അതിനുശേഷം കിരൺ അവിടെ നിന്ന് പോകുന്നുമുണ്ട്. അങ്ങനെ ആദർശിനെ പരിചയപ്പെട്ടതിന് ശേഷം ഡേവിഡ് പറയുന്നുണ്ട്, എന്തായാലും ഞങ്ങളുടെ ജ്വല്ലറിയുമായിട്ട് ഒരു ഡീലിന് തയ്യാറാകുന്നതിൽ ഞങ്ങൾക്ക് ഒരുപാട് സന്തോഷമുണ്ട്. അപ്പോൾ ആദർശ് പറയും, അത് പിന്നെ ഞാൻ മൂർത്തി ജ്വല്ലറിയിൽ നിന്ന് കമ്പനിയുമായിട്ട് ഡീൽ ഉറപ്പിക്കാൻ വേണ്ടിയാണ് വന്നത്. എന്നാൽ ഈ കിരണാണ് പറഞ്ഞത്, ഇപ്പോൾ മൂർത്തി ജ്വല്ലറിയുടെ പതനത്തെക്കുറിച്ച് ഞാനും അന്വേഷിച്ചു. ശരിയാണ്, അവർ ഷെയർ മാർക്കറ്റിലെല്ലാം വളരെയധികം ഇടിവ് സംഭവിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഞാനും എന്നാൽ ജ്വല്ലറിയിലേക്ക് മാറിയേക്കാമെന്ന് വിചാരിച്ചത്. പക്ഷേ എനിക്ക് നല്ല ക്വാളിറ്റിയുള്ള സ്വർണ്ണങ്ങൾ വേണം, നല്ല ഡിസൈനിലും. അതിന് ഒരു വിട്ടുവീഴ്ചയ്ക്കും ഞാൻ തയ്യാറല്ല. ഒരു തരത്തിലുള്ള മായവും കലർന്ന സ്വർണം എനിക്ക് വേണ്ട. മൂർത്തി ജ്വല്ലറിയിൽ നിന്നാണെങ്കിൽ ആ ഒരു കാര്യത്തിൽ എനിക്ക് വിശ്വസ്തയോടുകൂടി എടുക്കാമായിരുന്നു. നിങ്ങളിലും ആ ഒരു വിശ്വാസം ഉണ്ടാകുമെന്നാണ് ഞാൻ കരുതുന്നത്. അപ്പോൾ ഡേവിഡ് പറയുന്നുണ്ട്, തീർച്ചയായും ഞങ്ങളും അതുപോലത്തെ തന്നെ ശുദ്ധമായ സ്വർണ്ണമാണ് വിൽക്കുന്നത്. ഒരു കള്ളത്തരം ഞങ്ങളും ഈടാക്കുന്നില്ല. പിന്നെ പണികൂലി, അത് ഞങ്ങളുടെ ഇതിൽ പണികൂലി ഈടാക്കാതെയാണ് ഞങ്ങൾ കമ്പനി ലോഞ്ച് ചെയ്തേക്കുന്നത്. അത് ഞങ്ങളുടെ കമ്പനിയുടെ പ്രൊമോഷന് വേണ്ടിയിട്ടുള്ള ഒരു ഇതാണ്. എന്തായാലും ഞങ്ങളുടെ സ്വർണ്ണങ്ങളൊക്കെ നിങ്ങൾക്ക് പരിശോധിച്ചതിന് ശേഷം മാത്രം പർച്ചേസ് ചെയ്താൽ മതി എന്ന് ആദർശിനോട് ഡേവിഡ് പറയുന്നുണ്ട്. അങ്ങനെ ഡേവിഡ് നടന്ന കമ്പനിക്കുള്ളിൽ നിന്നും എല്ലാ ആഭരണങ്ങളെ പറ്റിയും അതിൻ്റെ കാര്യങ്ങളുമൊക്കെ വിശദമായിട്ട് തന്നെ ആദർശിന് പറഞ്ഞു കൊടുക്കുകയാണ്. അങ്ങനെ ആദർശ് ഈ ഡീലിന് വേണ്ടിയിട്ടുള്ള സംഭാഷണത്തിൽ കൂടി തന്നെ പല കാര്യങ്ങളും ജ്വല്ലറിയുടെ കാര്യങ്ങളെപ്പറ്റിയെല്ലാം ആദർശ് ചോദിച്ചറിയുന്നുണ്ട്. അപ്പോൾ ആദർശ് ഡേവിഡിനോട് ചോദിക്കുന്നുണ്ട്, അല്ല നിങ്ങളുടെ പേര് ഡേവിഡ് എന്നാണല്ലോ, എന്തുകൊണ്ടാണ് ഈ ജ്വല്ലറി എന്നൊരു പേര് കമ്പനിക്ക് കൊടുത്തിരിക്കുന്നത്? അപ്പോൾ ഡേവിഡ് പറയുന്നുണ്ട്, അത് പിന്നെ ഞാൻ മാത്രമല്ല, ഈ ജ്വല്ലറിയുടെ ഓണർ എൻ്റെ കൂടെ പാർട്ട്ണറായിട്ട് ഒരാൾ കൂടിയുണ്ട്. അതുകൊണ്ടാണ് ഞങ്ങൾ ഇങ്ങനൊരു പേര് വെച്ചത്. ഈ ഒരു ഡീല് നടക്കുന്ന സമയത്ത് ഇത്രയും ബൾക്കായിട്ടുള്ള ഡീലുകളൊക്കെ വരുമ്പോൾ ഞങ്ങൾ ഒന്നിച്ചാണ് അതിൻ്റെ ഡീല് ചെയ്യാറുള്ളത്. എന്തായാലും 2 ദിവസത്തിനുള്ളിൽ നമുക്ക് അദ്ദേഹത്തെ നേരിട്ട് കാണാം എന്നിങ്ങനെ ആദർശിനോട് പറയുന്നുണ്ട്. അപ്പോൾ തന്നെ ആദർശിന് ഏതാണ്ട് ഒരു ചുരുളഴിയുന്നത് പോലൊക്കെ തോന്നി തുടങ്ങി. കാരണം ഇതുവരെ ഡേവിഡ് മാത്രമാണ് ഈ ജ്വല്ലറിയുടെ ഓണർ എന്ന് ധരിച്ചു വെച്ചിരുന്നത്. എന്നാൽ അതിൻ്റെ പാർട്ട്ണറായിട്ട് ഒരാൾ കൂടി ഉണ്ടെന്നും ഇതുവരെയായിട്ടും അയാൾ രംഗത്ത് വന്നിട്ടില്ല എന്നതിനെ പറ്റിയൊക്കെ ചിന്തിക്കുമ്പോൾ ആദർശ് ഇതിനുള്ളിൽ എന്തോ കള്ളത്തരങ്ങളൊക്കെ മണക്കുന്നുണ്ട്.
അങ്ങനെ എന്തായാലും പിന്നീട് കാണാമെന്ന വാക്കാൽ ആദർശ് അവിടെ നിന്ന് പോകുന്നുണ്ട്. ഈ സമയത്ത് ഗ്രീനയെ തപ്പിപ്പോയ നന്ദു ഗ്രീനയെ കണ്ടുപിടിക്കുന്നുണ്ട്. ഗ്രീനയെ അറസ്റ്റ് ചെയ്ത് ആദർശിൻ്റെ മുന്നിൽ എത്തിക്കുകയും ചെയ്യുന്നുണ്ട്. ആദർശിനെ കണ്ട ഉടനെ ഗ്രീനയ്ക്ക് പെട്ടെന്ന് പുറകോട്ട് പോകുമ്പോൾ ആദർശ് പറയുന്നുണ്ട്, ആർക്ക് വേണ്ടിയാണ്, എന്തിനു വേണ്ടിയാണ് നിങ്ങൾ അന്ന് അങ്ങനെ ചെയ്തത്? എന്നെ എന്തിനാണ് ഉറക്കിക്കെടുത്തിയത്? US കമ്പനിയുടെ PR ആണോന്ന് എന്തിനാണ് എന്നോട് കള്ളത്തരം പറഞ്ഞത്? അങ്ങനെ ഒരു 100 ചോദ്യം തന്നെ ആദർശ് ആ പെൺകുട്ടിയോട് ചോദിക്കുന്നുണ്ട്. പെട്ടെന്ന് അവൾ പറയുന്നുണ്ട്, എന്നോട് ക്ഷമിക്കണം, ഞാൻ ജ്വല്ലറിയിലെ സ്റ്റാഫാണ്. എന്നെക്കൊണ്ട് അവരാണ് ഇതെല്ലാം ചെയ്യിപ്പിച്ചത്. എനിക്ക് പൈസയ്ക്ക് അത്യാവശ്യമുണ്ടായിരുന്നത് കൊണ്ട് അവർ പറഞ്ഞതെല്ലാം തന്നെ ഞാൻ അനുസരിച്ചു, അത്രയേ ഉള്ളൂ എന്നൊക്കെ ഗ്രീന ആദർശിനോട് പറയുന്നുണ്ട്. ഗ്രീനയോടപ്പോൾ ആദർശ് ചോദിക്കുന്നുണ്ട്, നിങ്ങൾക്ക് ഡേവിഡാണോ ഈ പറഞ്ഞ ഇങ്ങനെ എന്നോടിത് ചെയ്യാൻ പറഞ്ഞത് എന്ന് പറയുമ്പോഴത്തേക്കിനും ഗ്രീന പറയുന്നുണ്ട്, അല്ല, ഡേവിഡ് സാറും ഉണ്ടായിരുന്നു, കൂടെ മറ്റൊരു സാറും ഉണ്ടായിരുന്നു. ആ സാറിൻ്റെ പേര് എനിക്ക് ശരിക്കും ഓർമ്മയില്ല, എന്തോ നാഗേന്ദ്രനെന്നോ അങ്ങനെ എന്തോ മറ്റോ ആണെന്ന് തോന്നുന്നു, അറിയില്ല എന്നിങ്ങനെ ഗ്രീന പറയുന്നുണ്ട്. പെട്ടെന്ന് നാഗേന്ദ്രൻ എന്ന പേര് കേൾക്കുമ്പോൾ ആദർശിന് ചെറുതായിട്ടൊന്ന് സ്ട്രൈക്ക് ചെയ്യുന്നുണ്ട്. ആദർശ് ചോദിക്കുന്നുണ്ട്, എന്താ താൻ പറഞ്ഞേ? അതെ, നാഗേന്ദ്രന്, അയാളാണ് കമ്പനിയുടെ ഓണർ, പാർട്ട്ണറാണെന്ന് പറഞ്ഞാണ് എന്നെ പരിചയപ്പെട്ടത്. എന്നോട് സംസാരിച്ചതും എല്ലാ കാര്യങ്ങളും പറഞ്ഞതും ഡേവിഡ് സാറാണ്. എന്നാൽ ഇതിൻ്റെ ഫൈനൽ സാറ് ഹോട്ടലിലേക്ക് എത്തി എന്നറിഞ്ഞതിന് ശേഷം എൻ്റെ ഒരിക്കൽ മയക്കാനുള്ള ആ ഗുളികയും തന്നതും ഏൽപ്പിച്ചതും എല്ലാം ഈ സാറാണ് എന്നിങ്ങനെ പറയുന്നുണ്ട്. ഇതെല്ലാം കൂടെ കേൾക്കുമ്പോൾ തന്നെ ആദർശിന് വല്ലാത്ത ഒരു ഇത് തോന്നുന്നുണ്ട്. കാരണം തലേ ദിവസം ജ്വല്ലറിയുടെ കമ്പനിയിൽ ചെന്നപ്പോൾ പാർട്ട്ണറായിട്ട് ഒരാൾ കൂടിയുണ്ടെന്ന് ഡേവിഡ് പറയുകയും ചെയ്തു. എന്തായാലും വേഷം മാറി കമ്പനിയിലേക്ക് പോയത് ഉപകാരമായി എന്ന് ആദർശിന് മനസ്സിലാവുന്നുണ്ട്.